സെൽഫ് ലവ്. എന്താണ് സെൽഫ് ലവ്? സെൽഫ് കെയർ എന്നാൽ എന്താണ്? സെൽഫ് ലവിലൂടെ നമ്മൾക്ക് എങ്ങനെ നമ്മളായി മാറാം എന്നുള്ളതാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. 41 ദിവസം കൊണ്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും സെൽഫ് ലവിലൂടെ നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായി തീരാം എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തെറ്റുകൾ എന്താണ്, നിങ്ങളുടെ കുറവുകൾ എന്താണ്, നിങ്ങളിലുള്ള അപാകതകൾ എന്താണ് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങൾ ആരാണെന്ന് സ്വയം ഒരു അവെയർനെസ് നിങ്ങൾക്കുണ്ടാവുക. അതായത് ഒരു സെൽഫ് ഐഡന്റിറ്റി. നിങ്ങൾക്കൊരു ഐഡന്റിറ്റി വേണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിന് ചാഞ്ചാട്ടം വരാതെ നിങ്ങൾക്കൊരു ഐഡന്റിറ്റി വേണം. അതാണ് സെൽഫ് ലവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ റൂമിൽ തന്നെയോ അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്തിരുന്നോ സ്വയം സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. സെൽഫ് അനലൈസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിലുള്ള തെറ്റുകൾ എന്തെല്ലാമാണെന്ന്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തിട്ടുണ്ടോ? ആ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞുവോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സ്റ്റേജ് ഏതാണ്? ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഡെവലപ്പ് ആകാൻ കഴിയുമോ? ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ടോക്കിംഗ് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ആ സംസാരത്തിന്റെ അവസാനം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങൾ എവിടം വരെ എത്തി, നിങ്ങളുടെ കരിയർ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളായി മാറാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളിലുള്ള കുറവുകളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലുള്ള കുറവുകൾ എന്താണ്? അത് നിങ്ങൾ അംഗീകരിക്കണം. ഒരു പക്ഷേ നിങ്ങൾ ഒരു അംഗവൈകല്യമുള്ള ആളാകാം. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക പ്രത്യേകതകൾ ഉണ്ടാകാം. ഈ പ്രത്യേകതകളെല്ലാം കൊണ്ട് നിങ്ങളിൽ തീർച്ചയായിട്ടും അപകർഷതാബോധം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരോട് ഞാൻ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും, മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല, ഈ സൊസൈറ്റിയിൽ എനിക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. അതിനെ തുടർന്ന് നിങ്ങൾക്ക് മാനസിക വിഷമവും ബുദ്ധിമുട്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിലുള്ള കുറവുകൾ, നിങ്ങളിലുള്ള അപാകതകൾ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലെ കുറവുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിൽ അതൊരു കുറവാണ്, അത് നിങ്ങൾ സ്വയം ഉൾക്കൊള്ളുക. ആ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പുകൾ പറയുന്നത് സെലിബ്രേഷൻ ആണ്, ആഘോഷങ്ങളാണ്. നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. ഒരുപക്ഷെ നിങ്ങൾ പാട്ട് പാടുന്ന ഒരാളായിരിക്കില്ല, റീൽസ് ചെയ്യുന്ന ആളായിരിക്കില്ല, വീഡിയോ ചെയ്യുന്ന ആളായിരിക്കില്ല, ഒരു കോമൺ മാൻ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സെലിബ്രിറ്റി തന്നെയാണ്. മറ്റുള്ളവർ സെലിബ്രിറ്റി ആണെങ്കിൽ നിങ്ങളും ഒരു സെലിബ്രിറ്റി തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആഘോഷമാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബർത്ത്ഡേ വരുന്നുണ്ട് ഉണ്ടെങ്കിൽ ആ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് മണി അൺഎക്സ്പെക്റ്റഡ് ആയി എവിടെ നിങ്ങൾ ഏൺ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ചെറിയൊരു ആഘോഷം സംഘടിപ്പിക്കാവുന്നതാണ്. ചെറുത് എന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മണി അത് പാഴാക്കി കളയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗോഡിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗ്ലിങ്സ് നിങ്ങളുടെ നേരെ വരുന്നുണ്ട്, പാഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം എതിർത്തുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. മനസ്സെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൻഡറിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതായത് അപ്പൊ ആ മനസ്സിനെ കടിഞ്ഞാണിടുക എന്നുള്ളത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിനെ കടിഞ്ഞാണിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ നമ്മൾ അതിലേക്ക് വർക്കൗട്ട് ചെയ്യണം, നമ്മൾ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയാം, ഫാക്റ്റ് എന്ന് തന്നെ പറയാം. എന്താണ്? ബുദ്ധിയാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിയാണ്. മനസ്സ് മുമ്പിൽ നിൽക്കും, പക്ഷെ ബുദ്ധിയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം സറൗണ്ടിങ്സിൽ എന്തും നടന്നോട്ടെ, ഞാനാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്താഗതികളെ സ്വീകരിക്കുകയും നെഗറ്റീവായ ചിന്താഗതികളെ കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. കാര്യം പാർട്ടികളിൽ പങ്കെടുത്താൽ നമ്മളെ നെഗറ്റീവായി കാണുന്ന പേപ്പേഴ്സും നമ്മളെ പരിഹസിക്കുന്ന പേപ്പേഴ്സും ഉണ്ടെങ്കിൽ ഉടനെ അവിടെ നിന്ന് സ്കിപ്പായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞാൻ ഇങ്ങനെയാണല്ലോ, എനിക്കൊന്നും ലഭിക്കുന്നില്ലല്ലോ, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, അവർക്ക് എന്തുമാത്രം സൗന്ദര്യമുണ്ട് പക്ഷെ എനിക്ക് സൗന്ദര്യമില്ലല്ലോ, അവർക്ക് എന്തുമാത്രം പണമുണ്ട് എനിക്കതില്ലല്ലോ, സൊസൈറ്റിയിൽ എൻ്റെ പൊസിഷൻ എന്താണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് കിങ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് സെലിബ്രിറ്റി. നിങ്ങൾക്ക് കുഞ്ഞു മരമായിരിക്കാം നിങ്ങൾ, പക്ഷേ
വൻ ശാഖകളുള്ള പടർന്നു പന്തലിക്കുന്ന വലിയ ഒരു മരമാകാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ 41 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. 41 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളിൽ നല്ല മാറ്റം വരുന്നത് കാണാം. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിനോടും ഗോഡിനോടും എന്നും തന്നെ താങ്ക് യു പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ മനസ്സ് കാം ആൻഡ് ക്വയറ്റ് ആൻഡ് പ്ലസൻ്റ് ആയിരിക്കുന്നത് കാണാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.